സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻ ആൻ ഇൻസുലേറ്റഡ് കണ്ടെയ്നർ a gas is adiabatically shrunk to half of its initial volume. The temperature of the gas decreases. Free expansion of recent statement പറയുന്നത് free expansion of an ideal gas is in irreversible and an adiabatic process. നോക്കാം നമുക്ക്. In an insulated container, gas is adiabatically shrunk to half of its initial volume. അല്ലെ, വോളിയം ഡിക്രീസ് ചെയ്യാണ് അല്ലെ. വോളിയം ഡിക്രീസ് ചെയ്താൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം. യെസ്, എന്താണ് മക്കളെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ അഡിയാബാറ്റിക് പ്രോസസ്സിൽ? ദാ ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ T1 V1 റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു T2 V2 റേസ് ടു ഗാമ മൈനസ് 1 അല്ലെ. ഓർ ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ തന്നെ ക്ലിയർ അല്ലേ? ആ ഫസ്റ്റത്തെ ഇക്വേഷൻ തന്നെ വളരെ ക്ലിയർ അല്ലേ? ആ ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെ, ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വി റേസ് ടു ഗാമ മൈനസ് 1 അല്ലേ അല്ലെ. ഈ വി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, വി ഡിക്രീസ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, തെറ്റാണ്. അവർ പറയുന്നത് ഡിക്രീസസ് എന്നാ, ശരിക്കും ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. ഇനി റീസൺ നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഇറിവേഴ്സിബിൾ ആൻഡ് അഡിയാബാറ്റിക്. ശരിയാണ് അല്ലെ. ഫ്രീ എക്സ്പാൻഷൻ യെസ് അഡിയാബാറ്റിക് ആണ് അല്ലെ. സോ റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. അപ്പം അസേഷൻ ഫാൾസ് ആണ്, റീസൺ കറക്റ്റ് ആണ്. സോ വിച്ച് ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. യെസ്, എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓക്കെ.